ണികളുടെ താളം കുട്ടികളുടെ ചിരിയുമായി ലയിച്ച ആനന്ദ്ഗ്രാമിലെ നിഗൂഢ നഗരത്തിൽ ആയിഷ എന്ന കൗതുകിയായ ഒരു യുവതി ജീവിച്ചിരുന്നു. ചുറ്റുപാടും പ്രസരിപ്പുണ്ടെങ്കിലും അസംതൃപ്തിയുടെ നിഴലുകളുമായി മല്ലിടുന്നതായി ആയിഷ കണ്ടെത്തി. ആശ്വാസം തേടി അവൾ പർവ്വത തടാകങ്ങളുടെ പ്രശാന്തത കാത്തുസൂക്ഷിക്കുന്ന ബഹുമാന്യനായ സെൻഗുരു ഗുരു നന്ദിനെ സമീപിച്ചു. ആയിഷയുടെ ഉള്ളിലെ പ്രക്ഷുബ്ധത മനസ്സിലാക്കിയ ഗുരുനന്ദ ബുദ്ധമതം അനുസരിച്ച് അസന്തുഷ്ടിയുടെ ഏറ്റവും വലിയ കാരണത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടാൻ തീരുമാനിച്ചു. 1. സ്ഥിരതയെ പിന്തുടരുക. ഗുരുനന്ദ ആയിഷയെ ശാന്തമായ താമരക്കുളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആദ്യത്തെ കാരണത്തെക്കുറിച്ച് പറഞ്ഞു. സ്ഥിരതയെ പിന്തുടരുക. ആയിഷ മാസ്റ്റർ പറഞ്ഞു, നമ്മുടെ അസന്തുഷ്ടിയുടെ ഭൂരിഭാഗവും കാര്യങ്ങൾ മാറ്റമില്ലാതെ തുടരാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. ജീവിതം എപ്പോഴും ഒഴുകുന്ന, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. ശാശ്വതയുടെ മിഥ്യാധാരണയോടുള്ള ആസക്തി കഷ്ടപ്പാടുകളിലേക്ക് നയിക്കുന്നു. ക്ഷണികമായ നിമിഷങ്ങളിൽ പറ്റി നിൽക്കുന്നത് സന്തോഷത്തേക്കാൾ വേദനയാണ് നൽകുന്നതെന്ന് ജ്ഞാനത്തെ പ്രതിഫലിപ്പിച്ച ആയിഷ മനസ്സിലാക്കി. 2. അറ്റാച്ച്മെൻറ്റുകളിൽ ഗ്രഹിക്കുക. പുരാതന ആൽമരങ്ങളുടെ തണലിൽ ഗുരുനന്ദൻ രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് വിവരിച്ചു. അറ്റാച്ച്മെൻറ്റുകൾ മനസ്സിലാക്കുക. ആയിഷ, അറ്റാച്ച്മെൻറ്റുകൾ ചിത്രശലഭങ്ങളെ പോലെയാണ്. മനോഹരവും എന്നാൽ ക്ഷണികവുമാണ്. നാം അവയെ ഗ്രഹിക്കുമ്പോൾ വിട്ടയക്കാൻ ഭയപ്പെടുന്നു. നാം ആഗ്രഹത്തിൻ്റെ വലയിൽ കുടുങ്ങുന്നു. നിയന്ത്രണത്തിൻ്റെ ആവശ്യകത വിടുവിക്കുക. നിങ്ങൾ മോചനം കണ്ടെത്തും. അറ്റാച്ച്മെൻറ്റുകളുടെ സ്വഭാവം മനസ്സിലാക്കിയ ആയിഷ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കൂടുതൽ മുറുകെ പിടിക്കാതെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. 3. മാറ്റത്തിനുള്ള പ്രതിരോധം. ഊർജ്ജസ്വലമായ വിപണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരുനന്ദ മൂന്നാമത്തെ കാരണത്തെക്കുറിച്ച് സംസാരിച്ചു. മാറ്റത്തിനെതിരായ പ്രതിരോധം. ആയിഷ, മാറ്റം അസ്തിത്വത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. അതിനെ ചെറുക്കുന്നത് ഋതുക്കളെ തടയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ സ്വീകരിക്കുക. കാരണം മാറ്റത്തിൽ വളർച്ചയ്ക്കും നവീകരണത്തിനുമുള്ള അവസരമുണ്ട്. മാറ്റത്തിൻ്റെ നൃത്തത്തിലേക്ക് ഇപ്പോൾ തുറന്നിരിക്കുന്ന ആയിഷയ്ക്ക് തൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സൂക്ഷ്മമായ മാറ്റം അനുഭവപ്പെട്ടു. 4. താരതമ്യവും അസൂയയും. ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരുനന്ദ നാലാമത്തെ കാരണത്തെ ഊന്നിപ്പറയുന്നു. താരതമ്യവും അസൂയയും. ആയിഷ, നമ്മുടെ യാത്രയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ അസംതൃപ്തിയുടെ വിത്തുകൾ വിതയ്ക്കുന്നു. ഓരോ പൂവും പൂക്കാൻ അതിൻ്റേതായ സമയമുണ്ട്. നിങ്ങളുടെ പാതയുടെ പ്രത്യേകത ആഘോഷിക്കൂ. അസൂയ പ്രഭാത മൂടൽമഞ്ഞ് പോലെ അലിഞ്ഞു പോകും. താരതമ്യങ്ങൾ ഉപേക്ഷിച്ച് സ്വീകാര്യതയുടെ ലാഘവത്വം തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായി ആയിഷ അനുഭവിച്ചു. 5. ആനന്ദത്തിനായുള്ള ബുദ്ധിശൂന്യമായ പിന്തുടരൽ. നക്ഷത്രനിബിഡമായ ആകാശത്തിനടിയിൽ ഗുരുനന്ദ അഞ്ചാമത്തെ കാര്യം വെളിപ്പെടുത്തി. ആനന്ദത്തിനായുള്ള ബുദ്ധിശൂന്യമായ പരിശ്രമം. ആയിഷ, മനസാന്നിധ്യമില്ലാതെ ആനന്ദം തേടുന്നത് ക്ഷണികമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. ബോധപൂർവമായ ജീവിതത്തിൻ്റെ ആഴത്തിലാണ് യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നത്. ഉള്ളിൽ സംതൃപ്തി നട്ടുവളർത്തുക. ബാഹ്യമായ ആനന്ദങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പിടി നഷ്ടപ്പെടുത്തും. ക്ഷണികമായ ആനന്ദവും ശാശ്വതമായ സംതൃപ്തിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തിരിച്ചറിഞ്ഞ ആയിഷ ഉള്ളിലേക്കുള്ള യാത്രയെ സ്വീകരിച്ചു. ചന്ദ്രൻ അതിൻ്റെ മൃദുലമായ പ്രകാശം വീശുമ്പോൾ ഗുരുനന്ദ ഉപസംഹരിച്ചു. ബുദ്ധമതം അനുസരിച്ച് അസന്തുഷ്ടിയുടെ ഏറ്റവും വലിയ കാരണം നമ്മുടെ അറ്റാച്ച്മെൻറ്റുകൾ, ചെറുത്തുനിൽപ്പുകൾ, താരതമ്യങ്ങൾ, ബുദ്ധിശൂന്യമായ അന്വേഷണങ്ങൾ എന്നിവയിലാണ്. ഈ കാരണങ്ങൾ തിരിച്ചറിയുക, അവയുടെ പിടിവിടുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ സംതൃപ്തിയുടെ താക്കോൽ കണ്ടെത്തും. ഇപ്പോൾ അഗാധമായ പഠിപ്പിക്കലുകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ആയിഷ ജീവിതത്തിൻ്റെ യോജിപ്പുമായി കൂടുതൽ ഇണങ്ങിച്ചേർന്ന ഹൃദയവും ചൈതന്യവുമായി താമരക്കുളം വിട്ടു. If you love to watch this video, you can like, share and subscribe.